Hello friends, welcome back to our channel Mom's Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അമുൽ ബട്ടർ എങ്ങനെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നമുക്കറിയാം അമുൽ ബട്ടറിന് ഒരു പ്രത്യേക സ്വാദാണല്ലേ എന്നാൽ ആ സ്വാദ് നമ്മൾ എന്ത് കാണിച്ചെന്നാലും എങ്ങനെ ഉണ്ടാക്കിയെന്നാലും അത് നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന ബട്ടറിന് കിട്ടാറില്ല എന്നാൽ ഈ ഒരു ബട്ടർ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാണ് താനും എന്നാൽ ഈ ബട്ടർ നമ്മൾ ഉണ്ടാക്കുന്നത് നെയ്യ് വെച്ചിട്ടാണ് നമ്മുടെ വീട്ടിൽ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന നെയ്യാണെങ്കിലും കൊള്ളാം അല്ലെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിലും കൊള്ളാം ആ ഒരു നെയ്യ് വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടാണെങ്കിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ശരിക്കും അമുൽ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത് മിക്സിയിലാണ് എല്ലാം എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത് ചെറിയ ജാറിനകത്ത് ഉണ്ടാക്കുന്നതാണ് നന്നായി വരത്തുള്ളൂ ഇനി ആദ്യം ചേർക്കാൻ പോകുന്നത് 1/2 കപ്പോളം ഉള്ള നെയ്യാണ് ഞാൻ പറഞ്ഞല്ലോ ഏത് നെയ്യ് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം അത് ഇപ്പം വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് ഇനി ഈ 1/2 കപ്പ് നെയ്യുടെ കണക്കാണ് ബാക്കി 2 കാര്യം ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് ആദ്യം ചേർക്കുന്നത് ഉപ്പ് ഒരു 2 or 3 നുള്ള് നിങ്ങൾക്ക് ചേർക്കാം ഞാനിവിടെ ഒരു 3 നുള്ള് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർക്കുന്നത് ഒരു 2 നുള്ളോളമുള്ള മഞ്ഞൾപ്പൊടി നമ്മൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ആ മഞ്ഞൾപ്പൊടി തന്നെ അതാ ഒരു പ്രത്യേക കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി ഞാൻ ചേർക്കുന്നത് ഐസ് ക്യൂബ്സ് ആണ് ഐസ് ക്യൂബ്സ് നമുക്കൊരു 6 മുതൽ 8 വരെയുള്ളത് ചേർക്കാം 6 മതി അത് നല്ല തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഐസ് ക്യൂബ്സ് ചേർക്കുന്നത് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഈ 3 സംഭവങ്ങളും വെച്ച് നമ്മൾ നല്ലതുപോലെ മിക്സിയിൽ 1 മിനിറ്റിന് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇത് നമ്മുടെ ബട്ടർ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ശരിക്കും അമുൽ ബട്ടറിൻ്റെ അതേ ടേസ്റ്റാണ് ഉപ്പും ആ ഒരു കളർ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തത് ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഒന്ന് പിടിച്ച് കാണിച്ചു തരാം ഇത് എത്രമാത്രം ആ ഒരു ബട്ടറി ഫോമിലോട്ട് വന്നിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ നോക്കിക്കേ ഞാനിതൊന്ന് കയ്യിലൊന്ന് വിരലിലൊന്ന് എടുത്ത് കണ്ടോ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ പറയത്തേ ഇല്ല നമ്മൾ നേരത്തെ ഒഴിച്ച ആ നെയ്യാണ് ഇപ്പോൾ ഈ ഒരു ഫോമിലോട്ട് വന്നതെന്നുള്ളത് ഇനി നമുക്കിത് ആവശ്യാനുസരണം ഇതുപോലത്തെ ഒരു പേപ്പർ ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക പാഷ്മെൻറ്റ് പേപ്പർ എന്നൊക്കെ പറയും ആ ഒരു പേപ്പറിനകത്ത് നമുക്കിത് ഒരു കണ്ടെയ്നറിനകത്തോ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതുപോലെ ഒന്ന് സ്റ്റോർ ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഞാനിതിപ്പോൾ കാണിക്കാൻ വേണ്ടി അടപ്പുള്ള ഒരു പാത്രം ഒന്നും എടുത്തിട്ടില്ല ഞാൻ കുറച്ച് തുറന്നൊരു പാത്രത്തിലാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് കണ്ടോ നമ്മുടെ ബട്ടർ ഇവിടെ റെഡിയാണ് ഈ ഒരു ബട്ടർ നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം ഇതിനകത്ത് ഒരു പ്രിസർവേറ്റീവ്സോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല നമ്മുടെ ആരോഗ്യത്തിന് കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനൊക്കെ നല്ലൊരു ബട്ടറാണ് ഇത് ഒരു അമുൽ ബട്ടറിൻ്റെ ഒരു ടേസ്റ്റിൽ നിന്ന് ഒട്ടും വ്യത്യാസമല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയാലേ ഇതിൻ്റെ ആ ഒരു ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഇനി ഞാൻ ഈ ഒരു ബട്ടർ ഒരു 10 മിനിറ്റോളം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ആവാൻ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് കഴിഞ്ഞു ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം അത് പെട്ടെന്ന് തന്നെ നമുക്കത് ആ ഒരു ഷേപ്പിനകത്തോട്ട് ഫോം ചെയ്യും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു നല്ലൊരു അടച്ചുറപ്പുള്ള ഒരു കണ്ടെയ്നറിനകത്ത് നല്ല ലെവൽ ചെയ്ത് വെക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ആ നല്ല ഷേപ്പിൽ കിട്ടുകയും ചെയ്യും കാണാനും ഭംഗിയാണ് നമുക്ക് നമ്മുടെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെക്കുകയും ചെയ്യാം നമുക്ക് ഫ്രിഡ്ജിനകത്ത് ഇത് 1 മാസം വരെ ഒരു കുഴപ്പം കൂടാതെ ഇരുന്നോളും നമ്മൾ ഈ ഒരു എന്താ പറയുക നമ്മൾ എടുക്കുന്ന സ്പൂണോ അല്ലെങ്കിൽ ഫോർക്കോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും അത് വൃത്തിയായിട്ട് ഉപയോഗിക്കുക നനയാതെ ഒന്നും ബട്ടർ എടുക്കാൻ നോക്കുക അപ്പോൾ അത് കുറച്ചും കൂടെ നമുക്ക് കൂടുതലായിട്ട് ബട്ടർ ഉപയോഗിക്കാൻ പറ്റും ഈ നനഞ്ഞ സ്പൂണൊക്കെ വെച്ച് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് അത് ചീത്തയായി പോകുന്നത് ബട്ടർ കേട്ടോ അപ്പോൾ ഞാനിത് നല്ലതുപോലെ ഞാനിത് ടോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കാണിച്ചു തരാം ഇതൊന്നുമില്ല ഇത് ശരിക്കും ആ ഒരു അമുൽ ബട്ടർ തന്നെയാണ് അതിന് ഒരു മാറ്റമില്ല നിങ്ങളത് ഉണ്ടാക്കി ആ ഒരു ടേസ്റ്റ് നിങ്ങൾ അനുഭവിച്ചറിയണം ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല നമ്മുടെ ബട്ടർ റെഡിയാണ് അപ്പോൾ ഇതിന് 1 ടേബിൾ സ്പൂൺ നെയ്യ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ്ക്ക് ഒരു ഐസ് ക്യൂബ് ഇടുക ഓരോന്നുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇടുക അടിക്കുക അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂണോളം ഉള്ള ഒരു ബട്ടർ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ഉണ്ടാക്കേണ്ടത് വളരെ എളുപ്പമാണ് മിക്സിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അതാണ് ഏറ്റവും വലിയൊരു കാര്യം പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അടുത്ത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതുപോലെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye bye.